ഹലോ, ഞാൻ സുനി സജീവ് രേവതി ബ്യൂട്ടി പാർലർ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ നിയർ റബ്ബർ സൊസൈറ്റി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. നിങ്ങൾക്ക് സമാധാനം, സന്തോഷം, ആഘോഷങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകട്ടെ. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം ഞങ്ങളുടെ ബ്യൂട്ടി പാർലറിൽ വരും, ഞങ്ങളുടെ തുണിക്കടയിൽ വരും, ഇനിയിപ്പോൾ എൻ്റെ മോൻ്റെ സ്വർണ്ണക്കടയിൽ വരും. അപ്പോൾ ഇങ്ങനെ മൊത്തം ആഘോഷമാകും. അപ്പോൾ ആഘോഷങ്ങളെല്ലായിടത്തും ഉണ്ടാകട്ടെ. അപ്പോൾ അതല്ലേ നമ്മളോട് പറഞ്ഞേക്കണേ, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മൾ അനുഗ്രഹം അനുഭവിക്കാനാണ് നമ്മൾ വിളിച്ചേക്കണേ. ദൈവം വിളിച്ചേക്കണത് അനുഗ്രഹം അനുഭവിക്കാനാണ്. പിന്നെ അനുഗ്രഹമില്ല, ഭാഗ്യമില്ലെന്നൊന്നും പറയണേ കാര്യമില്ല. ദൈവം അങ്ങനെ നമ്മളെ അനുഗ്രഹിച്ച് വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ നാവിലാണ് ജീവൻ്റെ മരണത്തിൻ്റെ അധികാരം ഇരിക്കുന്നത്. അത് എപ്പോഴും ഓർക്കട്ടെ. ഇന്ന് താഴെ ഇത് തന്നെയായിരുന്നു. ഒരു 2-3 പേര് വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ മോൻ ദേ സ്വർണ്ണക്കട തുടങ്ങുവാട്ടോ, വന്നിട്ടോ എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചപ്പോൾ എനിക്ക് അതിനുള്ള കാശുണ്ടോ, അങ്ങനെ നല്ലൊരു ഇങ്ങനെ കുഴപ്പമില്ലാത്തൊരു കൊച്ചാണ്. അപ്പം അതിൻ്റെ അമ്മയുണ്ടെന്ന് തോന്നുന്നു, ചേച്ചി അനിയത്തി കൂടെ ഉണ്ട്. എപ്പോഴും ഇങ്ങനെ പറയുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത് മോളെ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം ഇങ്ങനെ നമുക്ക് സ്വർണം മേടിക്കാൻ കൊട്ടയിൽ കാശ് തരുമല്ല. നമുക്ക് ഇങ്ങനെ ഓരോന്നിനും കാശ് നീ പിടിച്ചോ ഇന്ന് അങ്ങനെയല്ല. തന്നെ ദൈവത്തിന് തരാൻ പാകത്തിനും ആകെ ഉള്ളത് പരിശുദ്ധാത്മാവിനെയാണ്. അത് യേശപ്പൻ്റെ കൃപയാൽ യേശമ്പുരാൻ മധ്യസ്ഥ യാചിച്ച് യേശമ്പുരാനെ വസിച്ചുകൊണ്ടിരുന്ന ആ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്കും ആക്കിയേക്കുക. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് ബുദ്ധിയും ജ്ഞാനത്തിലും നമ്മളെ ലോകത്തെ ജയിക്കണേ. അല്ലാണ്ട് ഒരാൾ ഇങ്ങനെ അത് കൊണ്ട് തന്നു ഇതുകൊണ്ട് ഇങ്ങനെയൊന്നും അല്ലട്ടോ. പ്രാർത്ഥിച്ചാലും ഈ ആദ്യം പ്രാർത്ഥന വരുമ്പോൾ എൻ്റെയൊക്കെ ചിന്ത അങ്ങനെയായിരുന്നു. അങ്ങനെ ഒന്നുമല്ല. നമ്മളെ മിടുക്കരാക്കുക. ദൈവാത്മാവ് നമ്മളെ വസിച്ച് നമ്മളെ ലോകത്തിൽ ഉന്നതരും ശ്രേഷ്ഠമാക്കുക. അപ്പം എപ്പോഴും ബൈബിൾ വാക്കുകൾക്ക് ഒത്തിരി വിലയുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യമില്ലാണ്ട് നെഗറ്റീവ് പറയണ്ട. ഞാനിപ്പോൾ എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും തരുമോ? ഇല്ലല്ലോ. അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, എന്നെ കളിയാക്കി. ഇനിയിപ്പോൾ പ്ലെയിൻ മേടിക്കുമായിരിക്കും. ഇങ്ങനെ കളിയാക്കി പറഞ്ഞു. കളിയാക്കിയല്ല, സ്നേഹപൂർവ്വമുള്ളവരെ കളിയാക്കി പറഞ്ഞവരല്ല, ഭയങ്കര സ്നേഹമുള്ളവരാട്ടോ. അപ്പം ഞാൻ ആമീൻ അവർ വണ്ടറടിച്ചു പോയി. അങ്ങനെ ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. അപ്പം ഞാൻ ആമയും പറഞ്ഞ് ഏറ്റെടുത്തു. എന്തുകൊണ്ട് പറ്റില്ല? ദൈവം അനുഗ്രഹിച്ചാൽ ദൈവം നമുക്ക് വേണ്ടിയല്ല എല്ലാം ഉണ്ടാക്കിയേക്കണത്. അപ്പം നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, ക്രിസ്തു യേശുവിൽ സ്വപ്നം കാണുക. ഞാൻ പണ്ട് മുതലേ സ്വപ്നലോകത്തെ ബാലഭാസ്കരിയായിരുന്നു. ഞാൻ എപ്പോഴും സ്വപ്നങ്ങൾ കാണുമായിരുന്നു. പക്ഷേ ഞാൻ യേശുപ്പനിലേക്ക് വന്നപ്പോഴാണ് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നടന്നത്. അപ്പോൾ നമ്മൾ ആ വചനത്തിൽ വസിക്കുമ്പോഴാണ് യേശുവിൽ വസിക്കണേ. വചനം വസിക്കുക. വചനം നമ്മളെ ക്രിയ ചെയ്യും. നമ്മളത് എൻ്റെ ദൈവം ഇങ്ങനെ സംസാരിച്ചു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടിയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാവുന്നു, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എൻ്റെ നീതിയുള്ള വലം കൈ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മളിതിനെ ലോകത്തെ നോക്കി പേടിക്കണേ, ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഓർത്ത് പേടിക്കണേ. അപ്പോൾ ദൈവം കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് വിശ്വസിക്കുക. അത് വിശ്വസിച്ചാൽ നീ ദൈവനാമ മഹത്വം കാണും. അപ്പോൾ ഇനി മുടിയുടെ നമുക്ക് കുറേ ഇത് കാണാം, വീഡിയോസ് കാണാം. മുടി നമ്മൾ ചെയ്യുന്നത് കരാട്ടിൻ. നിങ്ങളെപ്പോഴും ഏത് പാർലറിൽ പോയാലും കരാട്ടിൻ എന്ന് പറഞ്ഞ് ചെന്നിട്ട് ഏത് കമ്പനിയുടെയാണ് ചെയ്യണേന്ന് നോക്കണം. കരാട്ടിന് ഒത്തിരി കുറഞ്ഞത് ചെയ്താൽ കൊള്ളൂല്ലോ കേട്ടോ. ഇപ്പം നമ്മൾ ഏറ്റവും കൂടിയത് ചെയ്യണ കാരണമല്ല, പണ്ട് മുതലേ കേട്ടിട്ടുണ്ട് കരാട്ടിന് ഒത്തിരി കുറഞ്ഞത് ചെയ്യാൻ പാടില്ലെന്ന്. പിന്നെ ഏതായാലും തലയിൽ ചെയ്യുമ്പോൾ ബ്രാൻഡഡ് ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമുക്ക് തല, സ്കിന്ന് ഇതെല്ലാം നമുക്ക് ഒത്തിരി ആവശ്യമുള്ള സംഭവങ്ങളാണ് എല്ലാതെ. അപ്പം ബ്രാൻഡ് കമ്പനിയൊക്കെ പ്രസക്തി ഇങ്ങനെ ഒക്കെ നമ്മൾ ഇപ്പോൾ പല്ല് തേക്കാൻ ഒത്തിരി ഡൂപ്ലി സംഭവം നമ്മൾ വിലക്കുറവാന്ന് പറഞ്ഞ് തേക്കുമോ? ഇല്ലല്ലോ. നമുക്കെല്ലാം ദൈവം തന്നതെല്ലാം വിലയേറിയതാണ്. കാശ് കൊടുത്താൽ ഇതൊന്നും കിട്ടും, പക്ഷേ ദൈവം തന്നതിനോട് ഒക്കൂല. അപ്പോൾ എല്ലാം ആരോഗ്യം എല്ലാം വിലയേറിയതായി കരുതി നമ്മളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക. ദൈവം സൃഷ്ടിച്ച വിശുദ്ധ മന്ദിരമല്ലേ. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്ന. നമ്മുടെ ആരോഗ്യം ലോകത്തിൻ്റെ നന്മയാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ അസറ്റാണ്. അപ്പോൾ ആരോഗ്യമാണ് മുടിയുടെ ഇത്. മുടി നല്ല ഹെൽത്തി ആൾക്കാർക്കാണ് നല്ല മുടി ഉണ്ടാകും. മുടി നമ്മൾ മുട്ടയൊക്കെ കഴിച്ചാൽ സ്കിന്നും മുടിയൊക്കെ നന്നായിട്ടുണ്ടാകും കേട്ടോ. പയർ കളിപ്പിച്ചത്, പച്ച കളറുള്ള ഫുഡൊക്കെ കഴിച്ചാൽ കുറേ ദിവസം അടുപ്പിച്ച് ഇലയൊക്കെ വാട്ടി തിന്നാറുണ്ട്. പിന്നെ മടിയായി, ഇനി അത് തിന്നണം. ഇല ചുമ്മാ ഇങ്ങനെയൊന്ന് വാട്ടും. ഇങ്ങനെ ചീരയിലില്ല, പച്ചച്ചീര ഇങ്ങനെയൊന്ന് വാട്ടിയിട്ട് ഒരു മുട്ടയും കൊത്തി ഒഴിച്ച് ഇങ്ങനെ അധികം ഉപ്പും മുളകൊന്നും ചേർക്കാണ്ട് ചുമ്മാ കടിച്ചു കുറച്ച് തിന്നുമായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ആരോഗ്യമൊക്കെ നോക്കണം. അപ്പോൾ ജ്യൂസുകൾ, ഈ വേനൽക്ക് കുറേ ജ്യൂസ് കുടിച്ചാൽ നല്ല, ക്യാരറ്റോ ബീറ്റ്റൂട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്യൂസുകൾ കഴിച്ചാൽ മഴക്കാലം ആകുമ്പോഴത്തേക്കും നമുക്ക് സൂപ്പ് കഴിക്കാം. ഞാൻ അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. ഇന്നിപ്പോൾ ABC ജ്യൂസിനുള്ള മേടിച്ചു കൂട്ടോ. അതാ ഇങ്ങനെ പറയാൻ കാരണം.
അപ്പോൾ നമ്മൾ കരാട്ടിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്കൊരു കവറിങ്ങോളൂ, അത് വാഷ് ഔട്ടാണ്. പിന്നെ പഴയ മോഡലിലേക്കൊന്നും മുടി വരില്ല, ഇച്ചിരി കൂടി ഒരു ഭംഗിയിലേക്ക് വരും. ഒരു വർഷം കഴിഞ്ഞവരൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ അടിക്കാൻ വന്നായിരുന്നു, എല്ലാം പുറത്തുനിന്നുള്ളവർ. ഒരു വർഷമായിട്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ മുടി നന്നായിട്ടിരിക്കണേ, ആഫ്റ്റർ കെയറും എല്ലാം നന്നായിട്ട് നോക്കി നന്നായിട്ടിരിക്കണേ, വലിയ ചേഞ്ച് ഒന്നുമില്ല. എൻ്റെ ഇപ്പോൾ 5-8 മാസമായി. അപ്പോൾ ഞാനിനി ഇപ്പോൾ ജൂൺ ജൂലൈ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണുള്ളൂ. അപ്പോൾ നമ്മുടെ അപ്പോൾ അത്രയും നാൾ ഇങ്ങനെ നമ്മൾ ആഫ്റ്റർ കെയറൊക്കെ തയ്ച്ച് കഴിയുമ്പോഴത്തേന് എല്ലാം ഓക്കെയാണ്. അപ്പോൾ അങ്ങനെയുണ്ട് കരാട്ടിന് ഗുണം. കരാട്ടിന് വെച്ചാൽ റേറ്റ് കൂടുതലെങ്കിലും ഇങ്ങനെ ബ്ലോ ഡ്രൈയോ പെർമനൻറ്റ് ഹെയർ റിലാക്സിങ്ങോ സ്മൂത്തനിങ്ങോ ഇതിനേക്കാൾ ഇച്ചിരി ചാർജ് കൂടുതലാണെങ്കിലും നമുക്ക് ഗുണം കൂടുതലാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമുക്ക് ഹെയർ റിലാക്സിങ്ങും നല്ലതാണ്. അത് ചെയ്താൽ പിന്നെ മുടി ഇതേ പണ്ട് ചെയ്താൽ ഇതിങ്ങനെ തന്നെ കിടക്കും, വെട്ടിപ്പോണവർ. അതിൻ്റെ ടെക്സ്ചർ മാറും മുടിയുടെ. അപ്പോൾ അത് നമുക്ക് അങ്ങനെ തന്നെ കിടക്കും. പിന്നെ പുതിയ മുടി തലേന്ന് കെളുത്ത് വന്നത് ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടും കാര്യമില്ല. നമുക്കത് പുതിയത് നമ്മുടെ ആരോഗ്യമൊക്കെ അനുസരിച്ച് D3 ആട്ടോ ഏറ്റവും വലിയ സംഭവം. D3 ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നാൽ തന്നെ നമുക്ക് ഹെൽത്ത് ഓക്കെയാണ്. അപ്പം അതിന് കുറവ് വരുമ്പോൾ നമുക്ക് ആരോഗ്യത്തിന് ഭയങ്കര പ്രശ്നമാണ്. വെയിലൊന്നും അടിക്കണില്ല, എപ്പോഴും AC-യിലൊക്കെ അല്ലേ കഴിച്ചു കൊടുത്ത്, അതൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ആരോഗ്യം നോക്കുക. അപ്പോൾ മുടി പല്ല് പൊട്ടിയാൽ നമ്മൾ ക്യാപ്പിടാണ്ട് നടക്കും. അതുപോലെ തന്നെ മുടി ഇനി ട്രീറ്റ് ചെയ്യാണ്ട് ഈ പൂടയൊക്കെ പൊങ്ങി മുടി നന്നായ മുക്കാൽ നന്നായതാണ്. മുടി മൂക്കും അല്ല, മുടിയും പല്ലും നന്നായ മുക്കാൽ നന്നായി. അപ്പം നമ്മുടെ മുടി നമുക്ക് നന്നാക്കാവുന്ന വിദ്യ എനിക്കറിയാം. പല്ല് അവരെ കണ്ടാൽ മതി. മുടിയുടെയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പം മുടി ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്നിങ്ങനെ പോരെ. എന്നായാലും യേശുവിൻ്റെ കൃപയാൽ നമ്മൾ ചെയ്ത ആഫ്റ്റർ കെയറും ചെയ്തവർക്ക് എല്ലാവർക്കും തല നിറച്ച് മുടിയുണ്ടായി. അപ്പോൾ നമുക്ക് തന്നെ നമ്മൾ അല്ലാണ്ട് വെച്ച് പിടിപ്പിക്കുക ഒന്നും വേണ്ട, നമ്മൾ കൈകാര്യം ചെയ്യണതിൻ്റെ കുറവും കൊണ്ടാണ് മുടി ഉണ്ടാകാത്തത്. അപ്പം നല്ല തല നഷ്ടപ്പെട്ടു പോയ മുടിയല്ല, യേശുവിൻ്റെ കൃപയാൽ സ്പീഡിൽ തന്നെ നന്നായിട്ടുണ്ടായി. ഇന്നിപ്പോൾ ഒരു കൊച്ചിൻ്റെ മുടി വെട്ടിയുള്ളൂ. അവൾക്ക് എന്നെ കൊണ്ട് തന്നെ മുടി വെട്ടിക്കണം, നീളണതിൻ്റെ ഒന്നുമല്ല, ഷോർട്ടായിട്ട് വെട്ടി. അപ്പോൾ തല നിറച്ച് പണ്ടത്തെ പോലെ ഒരു നിറച്ചതിന് മുടിയുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനും കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. പിന്നെ ബ്യൂട്ടി പാർലറിൽ ഇപ്പോൾ കയറി ഇന്നിപ്പോൾ എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യാൻ പോകണം. നേരത്തെ ഇതൊക്കെ വീഡിയോ പിടിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും താമസവും. ഫേഷ്യൽ ചെയ്യുമ്പോൾ എനിക്ക് ഒത്തിരി നല്ലതാണ്. സ്കിന്നിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കരുവാളിച്ച് ചുരുണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മളൊരു 40 മുതൽ മാസം തോറും എൻ്റെ അടുത്ത് വന്നുന്നില്ല, എവിടെയായാലും ഒരു ഫേഷ്യലൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ബ്ലീച്ചൊന്നും യൂസ് ചെയ്യരുതേ. സ്കിൻ ഡ്രൈ അല്ലേ ഇപ്പോൾ എല്ലാവരുടെയും. പണ്ടൊക്കെ എന്തോ ഒരു മോക്കുരു ഉള്ളവരുണ്ടായിരുന്നു, ഇപ്പോൾ മോക്കുരു ഉള്ളവരധികം ഇല്ലോ. സ്കിൻ ഓയിലി ഉള്ളവർക്ക് ബ്ലീച്ച് കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ബ്ലീച്ച് പൊള്ളും. പിന്നെ പെഡിക്യൂറും മനിക്യൂറും എല്ലാം ഉണ്ട്, മേക്കപ്പും എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം ബ്രാൻഡ് കമ്പനി യൂസ് ചെയ്യണേ. നമ്മൾ 10-30 വർഷമായിട്ട് ഈ ഫീൽഡിലാണ്. ആ എക്സ്പീരിയൻസിൻ്റെ ഗുണവും കിട്ടും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പോരെ. അപ്പോൾ വീഡിയോസ് കാണും. യേശുവിൻ്റെ കൃപയാ നന്നായി ചെയ്യാം. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവറിന് വന്നാണ്. ഞാനിതിനെ പ്രിഫർ ചെയ്ത് കരാട്ടിൻ നാനോപ്ലാസ്റ്റി ഒക്കെ ചെയ്യാനാണ്. പക്ഷെ മോള് പറയണത് പിന്നെ ഇത് ഒരു വോളിമിനൈസിങ് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ഹെയർ ലാക്സിങ് മതി, വോളിയം തോന്നിക്കുന്ന രീതിയിൽ. അപ്പോൾ നമ്മൾ വെർജിൻ ഹെയർ ഒന്നും ചെയ്തിട്ടില്ലാത്ത കാരണം ഇത്തവണ നമ്മൾ ഹെയർ ലാക്സിങ് ചെയ്യാൻ പോണേ. ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ ഇത് തലയോട്ടി കാണാം. ഇത് പയ്യെ ഇങ്ങനെ പൊക്കി കാണും. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ. ഇത് അടുത്ത തവണ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ തലയോട്ടി കാണില്ലാത്ത പോലെ നിറച്ച് മുടി വന്നത് കാണാൻ വേണ്ടി ഇവിടെ കാണിക്കണേ. അപ്പോൾ ഫ്രണ്ടിൽ ഒട്ടും മുടിയില്ല. നമ്മളെപ്പോഴും ഫ്രണ്ടിൽ മുടിക്കും. നമ്മളെപ്പോഴും തലയുടെ ഫ്രണ്ടിൽ ഓർക്കുമ്പോൾ നമ്മളിങ്ങനെ മസാജ് ചെയ്യുക. ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കണം. തല ചുമ്മാ നമ്മളിങ്ങനെ ഞെക്കി വിട്ടോന്ന് തല ഭയങ്കര നല്ലതാണ്. തലയ്ക്ക് ഇങ്ങനെ മസാജിങ്. കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് മസാജ് ചെയ്യുക. മക്കളെ നിങ്ങൾ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ മക്കൾ ചെയ്ത് തരട്ടെ. നമുക്ക് അല്ലെങ്കിൽ ബ്യൂട്ടി പാർലറിൽ വന്ന് ഇച്ചിരി പൈസ കൊടുക്കുക, സ്പായൊക്കെ ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ മസാജിങ് മസ്റ്റായിട്ട് വേണം. ബ്ലഡ് സർക്കുലേഷൻ വരുമ്പോൾ മുടി ഇപ്പം നമ്മളെ തലയിട്ട് ഒരു പണിയില്ല, അത് കാരണമൊക്കെയാണ്. പിന്നെ ഭയങ്കര ഫ്രസ്സിയാണ്, വൈറ്റ് ഹെയർ ഒക്കെ വന്നു തുടങ്ങി. നമ്മൾ കളർ ചെയ്യണ്ടോ അതോ എണ്ണയാണ്? എണ്ണ കളറായിട്ട് തുടങ്ങിയിട്ട് എണ്ണ ചെയ്യുന്നുണ്ട്. എണ്ണ ചെയ്താലും കണ്ടമാനം ഫ്രസ്സിയാവും. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഹെയർ ലാക്സിങ് കഴിഞ്ഞാൽ ഇതിപ്പോൾ കണ്ടോ, ഈ മുടിയിലേക്ക് ഒന്ന് ക്ലോസപ്പ് കൊണ്ട് കാണിച്ചു കഴിഞ്ഞു. എൻ്റെ കൈയൊക്കെ വേണേൽ തൂക്കിയിടാട്ടോ, ഞാൻ തൂക്കിയിരുന്നില്ല, കൊച്ചിനെ വേദന എടുക്കും. ഇതിപ്പോൾ ഇങ്ങനെ വികസിച്ചിരിക്കുന്നത് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കോ. ഞാൻ വരാൻ താമസിച്ചാലും കഴുകി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് കണ്ടോ, മുടിയിരിക്കണ ഇരിപ്പ് കണ്ടോ. അപ്പോൾ
യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മക്കളുടെ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ് ഹെയർ ഗ്ലാസിങ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പം ഇവിടെ എന്തോരം ഉള്ളുണ്ടാകുന്ന കണ്ടല്ലോ, ബിഫോർ കണ്ടല്ലോ. ഇവിടെ ഒട്ടി ഇവിടുത്തെ ഉള്ളുപോലെ നമ്മൾ അടിയിലാക്കിയിട്ടുണ്ട്. ഇച്ചിരി ചുളിവൊക്കെ കൊടുത്ത് ഇച്ചിരി ഓളിയം കൂട്ടാൻ, ഇങ്ങോട്ട് നന്നായിട്ട് ഓളിയം കൂട്ടാൻ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ, ഇവിടുത്തെ പോലെ ഇങ്ങനെ ഒതുക്കിയിട്ടില്ല. നമ്മളിവിടുത്തെ കണ്ടോ അയണിങ്ങൊന്നും ഒക്കെ കുറച്ച് കൊടുത്ത് ഓളിയം കൂട്ടി. അപ്പോൾ ഒരു ഉള്ളു തോന്നിക്കുന്നപ്പോൾ കണ്ടില്ല, ആവശ്യത്തിന് മുടിയായില്ല. അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ മുടിയുണ്ട്, നാച്ചുറൽ ലുക്ക്. ഇത് ചെയ്തതാണ് ഒരു മനുഷ്യൻ പറയില്ല, ഇത് ചെയ്തതാണ് ഈ കൊച്ചിൻ്റെ മുടിയാന്ന് തോന്നിയിട്ട്. ചെറിയൊരു ഈ നമ്മളങ്ങനെ ചെയ്തതാണ് നാച്ചുറൽ ലുക്കിന്, ഒരു ഉള്ളു തോന്നിക്കുന്ന രീതിയിൽ ഒത്തിരി വടിയാക്കാണ്ട് നമ്മളിങ്ങനെ ചെയ്ത. അപ്പോൾ ഇത് കണ്ടോ അതിമനോഹരമായ കാഴ്ച കണ്ടോ. അപ്പോൾ അത് ശരിക്കുള്ള ഫ്രണ്ടിൽ മുടിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു വയസ്സിനടുത്ത് ഇങ്ങനെ ചേച്ചിയോ ഫ്രണ്ട് ഭയങ്കര രസമായിട്ട് കാണാം. മുഖം കാണിക്കില്ലല്ലോ, അപ്പോൾ കാണാൻ പറ്റുമല്ലോ. ഇത് കണ്ടോ എനിക്ക് ഭംഗിയായി. അപ്പോൾ ശരിക്കും ഉള്ളിൽ ഇതൊക്കെ ഇത് കണ്ടോ, ഇത്രയൊക്കെ മുടി ഉണ്ടായല്ലോ. നിരാശപ്പെടാണ്ട് കൊച്ചു ന്യൂസിലൻഡിന് പോവുക. അവിടെ ചെന്ന് ഇനി ആഫ്റ്റർ കെയർ ഒക്കെ കഴിഞ്ഞ് ന്യൂസിലൻഡിൽ നിന്ന് വന്ന വഴി ചെയ്യാൻ പറ്റട്ടോ. ഈ മുടി എന്തോരമായി ഇങ്ങനെ ആശാദിക്ക് ഭയങ്കര ടെൻഷനാ. നമ്മൾ ഇത് ചേച്ചിനെ വിശ്വസിച്ച പിന്നെ എന്തെങ്കിലും പറ്റുമോ പൊടി. നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ പൊടി കാണാൻ എനിക്ക് ടെൻഷനില്ല. ആശാദി തന്നെ ജീവൻ പോണ പോലെ പേടിച്ച് വിറച്ചൊക്കെയായിട്ട് ഇരിപ്പ്. ഭയങ്കര പേടിച്ച് എന്താകും അവസ്ഥ ഈ പൊടിയുടെ. ഭയങ്കര ഇപ്പോഴാണ് ആ കൊച്ച് കണ്ണാടിയിലൊക്കെ കണ്ടപ്പോൾ ഒരു ആശ്വാസം കൊച്ചിനായത്. ഭയങ്കര ഒരു ഭയത്തിലായിരിക്കണ രസമാണ്. അപ്പോൾ അത് കണ്ടോ പൊടി ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ആഫ്റ്റർ കെയറോട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര രസമാകും മുടി. അപ്പോൾ മൾട്ടി വിറ്റാമിനും എടുത്ത് ആഫ്റ്റർ കെയറും ഒക്കെ യൂസ് ചെയ്താൽ മതി. അത് എടുക്കണം. ടാന മേടിച്ചൊക്കെ തോട്ടി മേടിക്കാതിരിക്കരുത്. ഞാൻ പറയുന്നത് ആഫ്റ്റർ കെയർ തന്നെ യൂസ് ചെയ്യുക. എന്നാലേ സൾഫേറ്റ് ഫ്രീ ഷാമ്പു, ഇന്നലെ ബ്യൂട്ടി പാർലറിൻ്റെ ക്ലാസ്സായിരുന്നു. അവർ ഇങ്ങനെ ഹെയർ ഡേ പറയുക സൾഫേറ്റ് ഫ്രീ ഷാമ്പു യൂസ് ചെയ്തില്ലെങ്കിൽ മുടി അപ്പടി പൊട്ടിപ്പൊളിഞ്ഞൊക്കെ പോകും. അപ്പോൾ ഇല്ല, നമ്മൾ പറയുന്നത് ആഫ്റ്റർ കെയർ തന്നെ യൂസ് ചെയ്യുക. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ എന്നാലും ഷാമ്പു യൂസ് ചെയ്യണ്ട. എന്നാൽ പിന്നെ നല്ല ഷാമ്പു യൂസ് ചെയ്യുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? ഈ പേസ്റ്റൊക്കെ പൊട്ട പേസ്റ്റ് കൊണ്ട് വായിൽ തൊഴിൽ പോവുകയും നിങ്ങൾ തേക്കുമോ? വെണ്ണയിൽ തലയോട്ടിക്ക് കൊടുക്കില്ലാത്തത്, തലയ്ക്കും മുടിക്ക് കൊടുക്കില്ലാത്തത്, അതിൻ്റെ ആവശ്യമില്ലോ. നമ്മൾ പറയണം തന്നെ ചെയ്യണം. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നവർ മാത്രം മുടി ചെയ്യാൻ എൻ്റെ അടുത്ത് വന്നാൽ മതി. പിന്നെ വിറ്റാമിൻ ഗുളിക കഴിക്കുന്ന കാര്യത്തിൽ മറക്കരുത്, ആരോഗ്യം വേണം. വിറ്റാമിൻ കഴിക്കാൻ ഫുഡ് കഴിച്ചാൽ മതി. ഫുഡ് കഴിക്കണില്ലോ, മൾട്ടി വിറ്റാമിൻ, സിങ്കോവൈറ്റ്, ബയോട്ടിൻ മാറി കഴിക്കുക. D3 ടെസ്റ്റ് ചെയ്യണം. പറഞ്ഞ് ഇപ്പോൾ ലാബുകാരൻ എനിക്ക് ബെൻസ് കൊണ്ട് തരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടോ? അപ്പം ഇഷ്ടപ്പെട്ടു, വലിയ ഹാപ്പി ആട്ടോ. അപ്പോൾ ശരി എന്നാൽ ഈ മോക്കടെ ഹെയർ മേക്ക് ഓവറിന് വന്നാൽ ഈ മുടി ഭയങ്കര ചുരുണ്ടതാണ്. അത് കാരണം അന്ന് കരാട്ടിന ചെയ്ത് നാനോപ്ലാസ്റ്റിയ ചെയ്ത്. അപ്പോൾ എന്നാന്ന് വെച്ചാൽ ചുരുണ്ട മുടി തലേന്ന് കിളുത്തു വന്നത് ചുരുളും. അപ്പോൾ എല്ലാം കഴുകുമ്പോൾ ഒരു ഇങ്ങനെ ഓക്കെ ആവും, അല്ല ഒരുപോലെ ആവുമല്ലോ എന്നൊക്കെ ഓർത്ത് 5 മാസമായിട്ട് നാനോപ്ലാസ്റ്റി ചെയ്ത് അടി വലിയ കുഴപ്പമില്ല. കാലം നിറച്ച് മുടി വന്നു. അന്ന് മുടിയേ ഇല്ലായിരുന്നു. അപ്പോൾ ഈ ചുരുണ്ട മുടി ആയത് കാരണമാണ് നാനോപ്ലാസ്റ്റി ചെയ്യാൻ കാരണം. അപ്പോൾ ഡിഫറൻസ് ഫീൽ ചെയ്താലോ നോക്ക്. ദൈവമേ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അടി ഇതുപോലെയൊക്കെ കിടക്കണം കണ്ടത്. സാധാരണ നാനോപ്ലാസ്റ്റി ചെയ്ത് കുറച്ച് കഴിക്കുമ്പോൾ അടി ഇങ്ങനെ കേളൊക്കെ വന്നെയാണ്. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു റിസൾട്ട്. പക്ഷേ ഈ കൊച്ചിന് ഹെയർ ലാക്സിങ് ഇതോളം മതി എന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ഇതിനൊട്ടും മുടി ഉള്ളില്ലല്ലോ. അപ്പോൾ ഹെയർ ലാക്സിങ് വെച്ചാൽ വോളിയം തോന്നിക്കുമല്ലോ. അപ്പോൾ അതിനങ്ങനെ വോളിയം തോന്നിക്കാൻ രീതി മതി. ഇതിങ്ങനെ തലേന്ന് ഇപ്പോൾ ചുരുട്ടും വന്നൊരു ഡിഫറൻസും ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരിക്കലും വരാറില്ലായിരുന്നു. എന്നാന്ന് പറഞ്ഞുകൂടാ, ആദ്യമായിട്ടാണ് സാധാരണ കാണുന്നത്. അപ്പോൾ എല്ലാം അത് കറക്റ്റായിട്ട് നോക്കണ ആളാട്ടോ. ആഫ്റ്റർ കെയറും മൾട്ടി വിറ്റാമിനും ഒക്കെ. അത് കാരണം ഇതേ ഗുണം കിട്ടി. ഈ തല നിറച്ച് യേശുവിൻ്റെ കൃപയാൽ ഇതിന് മുടിയുണ്ടായി. ഇത് കണ്ടോ, തിക്കായിട്ട് മുടിയുണ്ടായി. ഈ മുടി ഇങ്ങനെ താഴെ വരെ എത്തിയാൽ പനക്കൊലയായി. അപ്പോൾ ഹെയർ ലാക്സിങ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് കാണാൻ വെയിറ്റ് ചെയ്യൂ. ഈ മോക്കണ ഹെയർ മേക്ക് ഓവർ കഴിഞ്ഞ തവണ കരാട്ടിനാണോ ചെയ്തത്? ഇത്തവണ അതിന് എനിക്കൊന്ന് തന്നെ ഓയിൽ ഫോം ചെയ്യണം മുടിയാണോ എന്നൊരു സംശയം ഒട്ടിക്കിടക്കുമായിരുന്നു. ഈ തവണ ഹെയർ ലാക്സിങ് ചെയ്ത് തലേന്ന് കഴിഞ്ഞോണ്ട ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആദ്യം പണ്ട് വന്നപ്പോൾ ഉണ്ട മുടിയാണെങ്കിൽ ഇത്രയുടെ തലേന്ന് 5 മാസം കൊണ്ട് കിടക്ക് വന്ന സംഭവമാണിത്. D3 കണ്ടമാനം കുറവാന്ന് തോന്നുന്നു. ഒരു കുഞ്ഞു കൊച്ചുകൊണ്ട്
അപ്പോൾ ഈ മൾട്ടി വിറ്റാമിൻ ഒന്നും കഴിച്ചില്ല. ഞാനിപ്പോൾ പറഞ്ഞ പിന്നെ വീഡിയോ കണ്ടു തുടങ്ങിയ പിന്നെ വിറ്റാമിനൊക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു. യേശുവിൻ്റെ കൃപയാൽ ഇപ്പോൾ വിറ്റാമിൻ കമ്പനിക്കാർക്ക് നല്ല സുഖം. നമ്മളിങ്ങനെ വിറ്റാമിൻ പറഞ്ഞ് ആൾക്കാരൊക്കെ കഴിക്കുന്നുണ്ട്. മൾട്ടി വിറ്റാമിൻ കഴിക്കാണ്ട് മുടിയൂറിലോ ഹെൽത്തിനൊക്കെ നമുക്ക് ചെയ്തേ പറ്റൂ. പണ്ടത്തെ കാലത്തും വലിയമ്മമാർക്ക് 4, 3, 7 മുടിയായിട്ടിരുന്ന മിക്ക വലിയമ്മമാരും. പണ്ട് എനിക്ക് പനങ്കുല ഉണ്ടായിരുന്നു, ഇപ്പം മുടിയൊക്കെ അവരും വിറ്റാമിൻ ഗുളിക ഒന്ന് കഴിക്കാനുള്ള. ഇപ്പം നമുക്ക് പല കണ്ടുപിടുത്തങ്ങൾ നമുക്ക് ഇതിനൊക്കെ അവസരമായില്ലേ. അപ്പം നമ്മൾ ലാബുകളായി. പണ്ട് ലാബ് വല്ലതും ഉണ്ട്. ഡോക്ടർ ചെയ്യുമ്പോൾ കണ്ണും ഇങ്ങനെ നോക്കി നാക്കൊക്കെ നീട്ടിയല്ല ലാബ്. ഡോക്ടർ തന്നെയായിരുന്നു ലാബ്. അപ്പോൾ എല്ലാം ടെസ്റ്റ് ചെയ്യുക, മൾട്ടി വിറ്റാമിൻ കഴിക്കുക, മുട്ട കഴിക്കുക, ഇലക്കറി കഴിക്കുക. ആരോഗ്യമാണ് നിങ്ങളുടെ ആരോഗ്യം, കുടുംബത്തിൻ്റെ അസറ്റ്, മക്കളുടെ അസറ്റ്. അപ്പം മുടി പനങ്കൊല പോലെയാണ്. പിന്നെ ആഫ്റ്റർ കെയർ. ഇപ്പോൾ ഒരാളൊരു പയ്യെ പറയുക ആഫ്റ്റർ കെയർ യൂസ് ചെയ്തതൊന്നും കറക്റ്റ് അല്ലായിരുന്നു. ഇപ്പം ഒരു ഇടിയുടെ കൊടുക്കണം. ആദ്യം എല്ലാം കറക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആഫ്റ്റർ കെയർ മസ്റ്റായിട്ട് ആഫ്റ്റർ കെയർ ഞാൻ പറഞ്ഞ പോലെ യൂസ് ചെയ്യാൻ പറ്റാത്തവർ ആരും മുടി ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മുടി ചെയ്യാൻ വന്നാൽ എനിക്ക് കാഴ്ച കിട്ടും. പക്ഷെ അതല്ല, എനിക്ക് അത് കഴിഞ്ഞത്തെ റിസൾട്ട് എല്ലാവരും പറയും എൻ്റെ മുടി പോലെ. എൻ്റെ മുടി എന്ന് പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് മുട്ട തിന്നു. പിന്നെ ഈ മുടി ഇങ്ങനെ വടി പോലെ കിടക്കുന്നത് ഹെയർ ലാക്സിങ്ങിൻ്റെ അല്ല ഹെയർ ലാക്സിങ് ചെയ്ത മുടിയാണ്. എൻ്റെ ഇവിടെയൊക്കെ കരാട്ടി. അപ്പോൾ ഇവിടെ വളവ് വരില്ല. എന്നെ ഇത് വെട്ടിപ്പോണവരെ ഇങ്ങനെ കിടക്കും. അപ്പം കരാട്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കരാട്ടി എന്ന് പറഞ്ഞാൽ ചെറിയ വളവൊക്കെ ഒരു വഴി സോഫ്റ്റ് ആകും. അപ്പോൾ എല്ലാവരും പറയും കരാട്ടി ചെയ്യണതിന് മുമ്പ് പറയും ഹെയർ ലാക്സിങ് ചെയ്യണമെങ്കിൽ പറയും എനിക്ക് വടി പോലെ കിടക്കരുത്, ചെറിയ വളവൊക്കെ വേണ്ടോ എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കരാട്ടിന ചെയ്യുന്നതെന്ന് വെച്ചു ചെറിയൊരു വളവ് വരും പറയും ചേച്ചി എൻ്റെ മുടി സ്ട്രെയിറ്റ് ആയിട്ടെല്ലാം വളഞ്ഞു പോയിന്ന്. അപ്പോൾ വളവെല്ലാവർക്കും വേണം. കാരണം കരാട്ടിന് കുറച്ച് ദിവസം കഴിയുമ്പോൾ പോലും ചെറിയ വളവുകൾ വരും. നോ കെമിക്കലാണ്, ബോഡിനെ തകർക്കണില്ല, അതിനങ്ങനെ വരും. പക്ഷേ ഹെയർ ലാക്സിങ് ഇത് ഇപ്പോൾ ഇടി വെട്ടി പോണവരെ ഇത് ചെയ്ത മുടി ഇങ്ങനെ കിടക്കും. ഇവിടെ വരെ കൊച്ചിപ്പോൾ നല്ല തിക്നെസ്സായി. ഇനി അതിങ്ങനെ നീണ്ടു വരുമ്പോൾ പയ്യെ അറ്റം വെട്ടി കൊടുത്താൽ മതി. മൾട്ടി വിറ്റാമിനൊക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് മുടിയായിക്കോളും. മുടി കുറേ പൊട്ടലുണ്ട്, അതാണ് പ്രശ്നം. അതാ കൊച്ചിന് വിറ്റാമിൻ ഗുളികയൊക്കെ എടുത്തപ്പോൾ ഒത്തിരി നര കുറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ വൈറ്റ് ഹെയർ ഒക്കെ നന്നായിട്ട് വന്നു. ഡീറ്റൊക്കെ ഒത്തിരി കുറവാണ്. അപ്പം നമ്മൾ ആ റിസൾട്ടുകൾ നിങ്ങൾ തന്നെ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മുടി ചെയ്യാനുള്ളവരൊന്നും നിരാശപ്പെടേണ്ട. എല്ലാത്തിനും ഈശ്വരൻ നമുക്ക് പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഓരോന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ഓർക്കണം, മരുന്ന് കണ്ടുപിടിക്കുന്നത്, ഈ മുടിയുടെ ഇതൊക്കെ നിവർത്താൻ കണ്ടുപിടിക്കുന്നത്, ഇതെല്ലാം നമുക്ക് വേണ്ടിയാ. ദൈവം അവർക്ക് ആ ബുദ്ധി കൊടുത്തേക്കണേ. അപ്പം മുടി ചെയ്യാനുള്ളവരെല്ലാം യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ കാഴ്ച കാണാൻ പറ്റും. നമുക്ക് ആ റിസൾട്ട് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നിരനിരയായിട്ട് പോലെ ഈ മുടി ഹെയർ ലാക്സിങ്ങിന് വന്നേക്കണേ കേട്ടോ. യേശുവിൻ്റെ കൃപയാൽ ഇത് ഹെയർ ലാക്സിങ് ചെയ്ത് കഴിയുമ്പോൾ അതിമനോഹരമായ കാഴ്ച കാണാം. നന്നായിട്ട് പൊട്ടിപ്പൊളിഞ്ഞൊക്കെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാമല്ലോ. അപ്പോൾ കൊച്ചൊക്കെ ആട്ടോ. അത് ഈ D3 കുറവിൻ്റെ പ്രോബ്ലം. മുടിയൊക്കെ പൊട്ടി ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ ഓർക്കുക എനിക്ക് D3 കുറവാണ്. D3 ടെസ്റ്റ് ചെയ്യുക, D3 കഴിക്കുക, ആഫ്റ്റർ കെയർ യൂസ് ചെയ്യുക, മുടി ട്രീറ്റ് ചെയ്യുക. ഇതൊക്കെ അതിനുള്ള പരിഹാരമുള്ളൂ. അപ്പോൾ ഇങ്ങനെ മുടിയൊക്കെ നിൽക്കുന്നത് നമുക്കൊരു രസമില്ല. മേക്ക് ഓവറിനെ അത് ഒത്തിരി ബാധിക്കും. നമുക്കിങ്ങനെ മുടിയൊക്കെ ചെയ്തിട്ട് കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും. അത് കാരണമല്ലോ നമ്മളെല്ലാവരും ചെയ്യണത്. അപ്പോൾ ഇനി എല്ലാവരും ഹെയർ ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാണ്ട് ആരും പുറത്തിറങ്ങാൻ ചാൻസ് ഇല്ല. എല്ലാവരും ഹെയർ ട്രീറ്റ്മെൻറ്റിനെ ആശ്രയിക്കുക. അപ്പം പിന്നെ പറയണ പോലെ ആഫ്റ്റർ കെയർ ഒക്കെ ഭയങ്കര ബ്രാൻഡ് കമ്പനിയുടെ അല്ലേ യൂസ് ചെയ്യണേ. അപ്പോൾ അത് അതിമനോഹരമായിക്കോളും. അപ്പോൾ ഇത് യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞില്ലേ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാമെന്ന്. ഇത് കണ്ടോ, പരസ്യത്തിനെ വരണ പോലെ ആയേ. ഇപ്പോൾ പരസ്യത്തിൽ പോലും ഇത്രയും ഭംഗിയുള്ള മുടികളൊന്നുമില്ല. അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ അതിമനോഹരമായ ഈ കാഴ്ച കാണാൻ ഭാഗ്യം കിട്ടിയതിന് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം, സ്തോത്രം ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മുടിയുള്ളവരൊക്കെ ചെയ്തിടുക. പണ്ടത്തെ പോലെ മുടിയും പൊട്ടിപ്പൊളിഞ്ഞ് ഒന്നാമത് നമുക്കിതൊക്കെ ചെയ്തിട്ട് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് ഭയങ്കര നമ്മളെപ്പറ്റി ഒരു ഭയങ്കര കോൺഫിഡൻസ് തോന്നും. ഇപ്പോൾ എല്ലാവരും പറയില്ല എല്ലാവരെയും കണ്ട ഒരുപോലെയാണ്. അതെന്തുകൊണ്ടാണ്? ഹെയർ ട്രീറ്റ് ചെയ്ത് എല്ലാം പല്ലൊക്കെ കെട്ടി എല്ലാവർക്കും ഒരേ മോച്ചായി. അപ്പം എല്ലാവരെയും കാണാൻ ഒരുപോലെ ഭംഗിയായി. അപ്പോൾ അതൊക്കെ എല്ലാം ട്രീറ്റ് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളും നമ്മുടെ സൗന്ദര്യത്തിന് വിലയേറിയ ദൈവം തന്നതിനെ വിലയേറിയതായിട്ട് കരുതുക. ഇതൊക്കെ ട്രീറ്റ് ചെയ്ത് അതിമനോഹരമായിട്ട് നടക്കുക. അപ്പോൾ ശരി എന്നാൽ ഈ മുടി കരാട്ടും ചെയ്യാൻ വന്നതാണ് കേട്ടോ. കാണുമ്പോൾ തലയുടെ മേളിൽ മുടിയില്ല. മുടി ഇങ്ങനെ ഇപ്പോൾ പുറയുന്ന കണ്ടിട്ട് വല്ല ഭംഗിയുണ്ടോ ഈ മുടി? ഇനി കണ്ടോ,
ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത് കിടക്കണ കിടപ്പ് കാണണം. അതിമനോഹരമായിട്ട് ദൈവകൃപയാലങ്ങ് ആകണത്. ദൈവം തന്ന ഒന്നും മോശമാവില്ല. നമ്മൾ കൊണ്ടു നടക്കണതും കീപ്പ് ചെയ്യണതിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ നമുക്ക് എനിക്ക് മുടിയില്ല അങ്ങനെ ഒരു തോന്നലേ മാറും. അതാണ് ഏറ്റവും വലിയ ഗുണം. ഹെയർ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും വലിയ ഗുണം എന്നാ വെച്ചാൽ നമുക്ക് മുടിയില്ലെന്നുള്ള തോന്നൽ മാറും എന്നുള്ള. മുടി എനിക്കും ഉണ്ട്. അപ്പോൾ എനിക്കും ഇങ്ങനെ നന്നായിട്ട് മുടിയുണ്ട്. ആ മുടി നമുക്ക് നന്നായിട്ട് വരുമ്പോൾ നമ്മുടെ മുഖത്തിനൊക്കെ പ്രായം കുറവ് വരും. അതൊരു വലിയ ഇതാട്ടോ. മുടി ഇങ്ങനെ എനിക്കാണെങ്കിൽ മുടി ഒട്ടും ചെല്ലുമ്പോൾ എൻ്റെ തലയ്ക്ക് സൈഡ് ചെരിഞ്ഞിരിക്കണ കാരണം അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എൻ്റെ മുഖം കാണുമ്പോൾ എല്ലാവരും പറയും പ്രായം ചെന്ന പോലെ. മുടി നന്നായിട്ടിങ്ങനെ പൊങ്ങി അങ്ങ് വരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റേതായ ഏജ് കുറഞ്ഞ പോലെ വരും. യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമാകുന്ന കാഴ്ച കാണാൻ വെയിറ്റ് ചെയ്യൂ. ഞാൻ പറഞ്ഞില്ലേ പുറകിൽ നിന്ന് തന്നെ നോക്കിയിട്ട് ഇപ്പോൾ എത്ര 20 വയസ്സ് കുറഞ്ഞില്ലേ. എവിടെ കിട്ടും ഇങ്ങനത്തെ ഒരു മാർഗം പ്രായം കുറവ് തോന്നിക്കാൻ? അപ്പോൾ എത്ര രൂപ കൊടുത്താൽ ഇങ്ങനെ പ്രായം കുറയ്ക്കാൻ പറ്റും? കണ്ടോ, പരസ്യത്തിൽ വെല്ലണ പോലെ മുടി കിടക്കണ കാഴ്ച കണ്ടോ? അപ്പോൾ കരാട്ടിനാണ് ചെയ്തേക്കണേ. കരാട്ടിൻ ബയോടാനിസ് നാനോ ഫോഴ്സ് പ്ലാസ്റ്റിയ ബയോടാനിസ് ആണ് ചെയ്തേക്കണേ. ഏറ്റവും അപ്ഡേറ്റ് സാധനമാണ്. നല്ല റിസൾട്ടും ആട്ടോ. ഭയങ്കര നല്ല റിസൾട്ടാണ് കിട്ടണേ. അപ്പോൾ പിന്നെ നമുക്കിഷ്ടമുള്ളപ്പോൾ കരാട്ടിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ റീ അടിച്ചാൽ മതി. മറ്റേതെന്ന് പറഞ്ഞാൽ സ്മൂത്തനിങ് മറ്റതൊക്കെ എന്ന് പറഞ്ഞാൽ തലേന്ന് കിളുത്തു വന്ന് മറ്റത് രണ്ടും കൂടെ ഡിഫറൻസ് ഫീൽ ചെയ്യണം. കാരണം 6 മാസം കൂടുമ്പോൾ മസ്റ്റായിട്ട് റീ അടിക്കണം. ഇതിന് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്. നമുക്കൊരു 5-8 മാസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. എങ്കിൽ അത് കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പം കണ്ടോ. അപ്പോൾ എല്ലാവരും മുടി ചെയ്യാനെങ്കിൽ പോരെ. ശരി എന്നാൽ ഈ മോക്കടെ മുടി ഇച്ചിരേ ഉള്ളൂ കേട്ടോ. ഹെയർ ലാക്സിങ് ചെയ്യാൻ പോവുകയാണേ നമ്മളെ. അപ്പോൾ ഹെയർ ലാക്സിങ് ചെയ്യുമ്പോൾ ഇത് കണ്ടു അതിമനോഹരമായിട്ട് പരസ്യത്തിന് വരണ പോലെ ആകണത്. അപ്പം ഇപ്പം മുടി ഇച്ചിരി ഉള്ളൂ എന്നൊക്കെ ഓർത്താലും പിന്നെ ഒരു ഗുണമുണ്ട്. ആഫ്റ്റർ കെയറോടെയൊക്കെ യൂസ് ചെയ്യുമ്പോൾ നല്ല മുടി ഉണ്ടായിക്കോളും. മുടിയില്ലേ എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണ്ട. ഒന്നാമത് ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മുടിയിലും തലയിലൊക്കെ പിടിക്കാൻ തോന്നും. സോഫ്റ്റായിട്ട് കിടക്കുമല്ലേ. ഇത് കെമിക്കലുള്ളതാണെന്ന് പറഞ്ഞാൽ ഒരു പേസ്റ്റിനെ പോലെ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ നമ്മളിപ്പോൾ കെമിക്കലല്ലേ ഡെയിലി കെമിക്കലല്ലാത്ത ഏതാ നമ്മൾ യൂസ് ചെയ്യണേ? സോപ്പ്, പേസ്റ്റ്, നമ്മുടെ വെള്ളം കുടിക്കണത് വെള്ളമൊക്കെ കെമിക്കൽ H2O അല്ലേ. അപ്പോൾ എല്ലാം തന്നെ ഇങ്ങനെ കെമിക്കലിനോട് ബന്ധപ്പെട്ടതൊക്കെയാണ്. ഇത് ഇങ്ങനെ പേടിക്കേണ്ടാത്ത കെമിക്കലൊക്കെയാണ് കേട്ടോ. ബ്രാൻഡ് കമ്പനി യൂസ് ചെയ്യണമെന്നുള്ളൂ. നമ്മൾ ഷോസ്കോഫ് യൂസ് ചെയ്യണേ. ഹെയർ ലാക്സിങ് ആണ്. അപ്പം യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായ കാഴ്ച കാണാം. ഞാൻ പറഞ്ഞില്ലേ യേശുവിൻ്റെ കൃപയിൽ അതിമനോഹരമായ കാഴ്ച കാണാമെന്ന്. ഇത് കണ്ടില്ലേ എന്ത് വൃത്തിയിലപ്പോൾ കിടക്കണേ അല്ലേ. അതിമനോഹരമായിട്ടൊരു ഓൾ ഓവർ ഒരു കളറും ബ്രൗൺ കളറും വന്നു. എന്താ ഭംഗി. അപ്പം ഇങ്ങനെ മുടി ചെയ്തിട്ടാൽ തന്നെ ഒരു ഭയങ്കര സുഖമാട്ടോ. അപ്പോൾ മുടി ഇങ്ങനെ ചെയ്തിടുക. വേറൊരാക്കണ കാണുമ്പോൾ അയ്യോ അവിടെ മുടി ചെയ്തിട്ട് പോയി ഇങ്ങനെ അത് തന്നെ പൊട്ടത്തരാട്ടോ. ഇപ്പോൾ ആരും അങ്ങനത്തെ പരാതി പറയാറില്ല. എൻ്റെ മുടി ചെയ്തിട്ട് മുടി പോയേ ചൂടടിച്ചിട്ടാണ്. എന്തിന് നമുക്ക് അലർജി ഉണ്ടെങ്കിലും പിറ്റേ ദിവസം വരെ ഉള്ളൂ. 2 ദിവസത്തേക്ക് അലർജി ഉണ്ടാവുള്ളൂ. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് 1 മാസത്തേക്ക് കഴിഞ്ഞാണോ അലർജി വന്നെ? അല്ലല്ലോ, 1 വർഷം കഴിഞ്ഞാണ് അലർജി വന്നെ. എല്ലാവരും പറയും അയ്യോ കഴിഞ്ഞ വർഷം അത് ചെയ്തിട്ട് ഇപ്പോഴാണ് മുടി പോണേ. അങ്ങനെയൊന്നും പോകില്ല. നമ്മുടെ ആരോഗ്യം കുറയുമ്പോൾ മുടി പോണേ. ഇതൊന്നും ചെയ്ത് അപ്പം തന്നെ മുടിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് വരും. അപ്പോൾ നമുക്ക് കണ്ടോ യേശുവിൻ്റെ കൃപയാൽ മനോഹരമായ കാഴ്ച. അപ്പം മുടി ചെയ്യാനുള്ളവരെല്ലാം പെട്ടെന്ന് പോരെ. ശരി എന്നാൽ.